ചില എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്ക് അത്ര ഒരു രസമുള്ളതാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഈ എക്സ്പീരിയൻസ് നമ്മളുടെ മനസ്സിൽ അതവിടെ ഒരു ലൈവ് മെമ്മറി ആയിട്ട് നിൽക്കും. അതിന്റെ ഒരുപാട് എഫക്റ്റുകൾ ഒരുപാട് പാസ്റ്റിൽ ചിലപ്പോൾ 2-3 മാസങ്ങൾക്ക് മുമ്പാവാം, അതല്ലെങ്കിൽ വർഷം 1-2 വർഷം, അതും അല്ലെങ്കിൽ 10 വർഷം മുമ്പ്, അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇപ്പോഴും നമ്മുടെ പ്രസന്റ് ലൈഫിൽ അതിന്റെ വലിയൊരു ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാഡ് മെമ്മറീസ് നമുക്കിങ്ങനെ ഒഴിവാക്കി അതിന്റെ ഒരു എഫക്റ്റ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിൽ, നമ്മുടെ പ്രസന്റിലും അതേപോലെ നമ്മുടെ ഫ്യൂച്ചറിനൊക്കെ അത് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ വർക്ക് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് അതിന്റെ ഒരു എഫക്റ്റ്, നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ് അതിന്റെ എഫക്റ്റ്, പിന്നെ അതിന്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരുന്നു, പിന്നെ ബ്രെയിനിലുള്ള ചെറിയൊരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു ലോങ് ടേം മെമ്മറിയിൽ അതിങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത്, പിന്നെ ബോഡിയിലുള്ള റെസ്പോൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത്, ഒഴിവാക്കാം. ഈ ഒരു ബാഡ് മെമ്മറീസും അതിലൂടെ വരുന്ന ഇമോഷൻസും നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഇൻഷാല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടാവുന്ന, പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും അറിയില്ല എന്താണ് കാരണം എന്നൊന്നും നമുക്ക് അറിയണ്ടാവില്ല. ചിലപ്പോൾ ചില ട്രിഗേഴ്സ് വരുമ്പോഴായിരിക്കും മടി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മോട്ടിവേഷൻ വരുന്നില്ല, മൂഡ് സ്വിങ്സ്. ഉച്ചവരെ നന്നായിട്ട് പണിയെടുത്തല്ലാണ്ട് പെട്ടെന്ന് എല്ലാം ഓഫ് ആവും, പിന്നെ ഒന്നും ചെയ്യാൻ മൂഡില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഹെവിനെസ്, ഒന്നും ചെയ്യാനൊരു മൂഡില്ല. അതല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഇന്ന് ഞാൻ ചെയ്യണം എന്ന് കുറെ കാര്യങ്ങൾ ഞാൻ കരുതി, പക്ഷെ അതെല്ലാം പ്രോകാസ്റ്റിനേറ്റ് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ ടൈം ലൈനും കട്ട് ചെയ്ത് പോകണം, ഒന്നും ചെയ്യുന്നില്ല. ഒരു പേഴ്സണൽ ഗ്രോത്ത് എനിക്ക് ഒന്നിലും എനിക്ക് ഡെവലപ്പ് ആവാൻ ഗ്രോത്ത്, കാരണം ഒന്നിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് ചെയ്യും, കുറച്ച് ചെയ്യൂല, ഇങ്ങനെ ഫോക്കസ് കുറയണു, പ്രൊഡക്ടിവിറ്റി കുറയണു, മനസ്സിന് പലപ്പോഴും ഒരു വിഷമമുള്ള ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ അതുപോലെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, സങ്കടം. ഒരു കാരണമില്ലാതെ ചിലപ്പോൾ സങ്കടം വരും. അതേപോലെ ചെറിയ ചെറിയ ട്രിഗറുകൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നീഡ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ശരിയായി വന്നിട്ടില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ഇങ്ങനെ പറഞ്ഞ ഒരു ഇമോഷൻസ് മാനേജ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുക. സെൽഫ് ഡൗട്ട്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഉറപ്പും ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ഒരു ഡിസിപ്ലിൻ ഇല്ല ലൈഫിൽ. ഓരോ ദിവസവും ഓരോ പോലെ, മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരേപോലെ കൃത്യമായിട്ടെല്ലാം ചെയ്യണം എന്നല്ല, പക്ഷെ നമ്മുടെ ഈ ഒരു എനർജി അപ്പ് ആൻഡ് ഡൗൺ ആയി കളിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പറ്റുന്നില്ല. ഓവർ തിങ്കിങ്, എന്താണ് നമുക്ക് വേണ്ടാത്തത് അതിനെക്കുറിച്ച്, നമ്മുടെ എനർജീനെ ഡൗൺ ആക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈവൻ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്നതല്ലാത്ത പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട് പോവുക, സ്ട്രെസ് ഉണ്ടാവുന്നു. പിന്നെ അവോയ്ഡൻസ് ബിഹേവിയർ, ഒരു ലോൺലിനെസ്, എല്ലാത്തതും മാറി നിൽക്കാൻ, എല്ലാതും ഒഴിവാക്കാൻ, എന്ത് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവണം. ഒന്നും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഈവൻ വീട്ടിൽ തന്നെ ആണെങ്കിലും എല്ലാത്തൊന്നും മാറി നിൽക്കാനുള്ള ഒരു അവോയ്ഡൻസ് ബിഹേവിയർ ആളുകളിൽ നിന്നൊക്കെ, ഈവൻ ഒരു സോഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ ഇത് എല്ലാതും ഉണ്ടാവണമെന്നില്ല. പലതും പലരിലും പല രീതിയിലാണ് ഇത് ഇങ്ങനെയുള്ള. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെ? പിന്നെ കോൺഫിഡൻസ് കുറയുന്നു, ഫീലിംഗ് സ്റ്റക്ക്, ചില സമയത്ത് ഒന്നിലും ഒരു ഗ്രോത്ത് ഇല്ലാതെ എവിടേക്കോ സ്റ്റക്ക് ആയി പോകുന്നത് പോലെ, എന്തെല്ലോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്ങുകളിലൂടെയൊക്കെ. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും ഈ ഒരു ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പ്രതികരിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക, അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇതാണ് എന്നല്ല, അതായത് നമ്മുടെ ചില ബാഡ് മെമ്മറീസ് അവിടെ ഉണ്ട് ലൈവായിട്ട് എന്നുള്ളതല്ല. ഈ ബാഡ് മെമ്മറീസ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് അവസ്ഥകളിലേക്ക് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുപോലുള്ള പല അവസ്ഥകളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലത് ഇവ നമുക്ക് അറിയാത്തുണ്ടാവും. ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അത് ഇപ്പോൾ ട്രിഗർ ചെയ്ത് ബാക്കിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ടാവും. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു സിറ്റുവേഷൻ ഡെയിലി ലൈഫിലായിരിക്കെങ്കിലും? ഇങ്ങനെ ആ, യാതൊരു ലെസിനെസ്, ആ, ഉണ്ട്. എല്ലാം. അതെ, മാറ്റി മാറ്റി ഇതിന്റെ ഒരു സിവിയറിറ്റി പലർക്കും പല രീതിയിലായിരിക്കും. ചെറിയ രീതിയിലുള്ളവരുണ്ടാകും, നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, നമുക്കൊരു ഗ്രോത്ത് ഒന്നും കൃത്യമായിട്ട് ചെയ്യാനൊരു ഗ്രോത്ത് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഒരു കോസ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതിൽ തന്നെ ചിലതെല്ലാം നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ടോക്സിക്, പാസ്റ്റ് നല്ല പേര് റീസെന്റിൽ ഉള്ളതാണെങ്കിലും നമുക്ക് റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ലാത്ത റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പല അനുഭവങ്ങളും, നമുക്ക് വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം, വന്നിട്ടുണ്ടാവും, സംഭവിച്ചിട്ടുണ്ടാവും പാസ്റ്റിൽ. അപ്പൊ അതിന്റെയൊക്കെ ഓർമ്മകൾ വന്നിട്ട് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ, ഈവൻ ഇത് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇത്തരം പ്രയാസങ്ങൾ വന്നെന്നുണ്ടെങ്കിലും പിന്നീട് അത് അവരുടെ ലൈഫിൽ കപ്പിൾസ് ആയി പിന്നെ അവരുടെ ലൈഫിലെല്ലാം അതെന്തായാലും പിന്നീട് അത് റിഫ്ലക്ട് ചെയ്തിട്ട് വരും. കപ്പിൾസിൽ മാത്രമല്ല, പിന്നെ ഇവർ പാരന്റ് ആകുമ്പോൾ ഈ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലെല്ലാം ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് വരും. പിന്നെ പണ്ട് എപ്പോഴും ക്രിറ്റിസൈസ്, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. ഈവൻ ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടെയുള്ള ആളുകൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും, പിന്നെ ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ, പിന്നെ സ്ട്രിക്റ്റ് ഓർ കൺട്രോളിങ് പാരന്റിങ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാരന്റ്സ് നമ്മളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, അവരുടെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അവിടെ എല്ലാം വളരെയധികം കൺട്രോളിങ് വന്നിട്ടുണ്ടാകും. ചെറിയ ചെറിയ തെറ്റുകൾക്ക് വലിയ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം മൈൻഡിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകളായിട്ട് അവിടെ അവിടെ നിൽക്കുന്നുണ്ടാവും.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോഴുള്ള ലൈഫിനെ ചെയ്യാന്നുള്ളത് നമുക്ക് വഴി പറയാം. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ, ഒരു സേഫ് അല്ലാത്ത എൻവയോൺമെന്റിൽ വളർന്നിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് കരുതി നമ്മളുടെ പ്രസന്റ് ലൈഫിൽ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് വരുമെന്നല്ല. അതിനെ ഹീൽ ചെയ്ത് പോകുന്നവരുണ്ട്, അതിനെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മനസ്സിലാക്കി ഓവർകം ചെയ്യാതെ ഇപ്പോഴും അതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു റിഗ്രറ്റും അതിലുണ്ടാകുന്ന ഒരു ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിനെ, അതായത് അമിതമായ കുറ്റബോധം നമ്മളുടെ എനർജീനെ, മൂഡിനൊക്കെ വളരെയധികം ഒരു ലോ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. പിന്നെ ഇഗ്നോർ, നമ്മളുടെ ആവശ്യങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെ അത് സോൾവ് ആയിട്ടുണ്ടാവില്ല, നമ്മുടെ മൈൻഡിൽ അത് സോൾവ് ആയിട്ടുണ്ടാവില്ല. പണ്ട് പാരന്റ്സിന്റെ കൂടെ സിബ്ലിങ്സിന്റെ കൂടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതെല്ലാം അതേപോലെ അവിടെ റിസോൾവ് ചെയ്യാതെ അവിടെ കിടക്കുന്നുണ്ടാകും. പിന്നീട് മാരേജ് ലൈഫിലേക്കൊക്കെ വരുമ്പോൾ വീണ്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് ഡെവലപ്പ് ആയിട്ട് പോകും. വീണ്ടും അവർക്ക് അത് കോൺഫ്ലിക്ട്സ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനോ അതിനെ സോൾവ് ആക്കാനോ ഒന്നും പ്രയാസപ്പെടും, അവർക്കത് വലിയൊരു ചാലഞ്ച് ആയിട്ട് മാറും. പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ മരിച്ചു പോകുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ലൈഫിൽ തന്നെ, ഇപ്പം മാരിറ്റൽ ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് മൈൻഡിൽ എപ്പോഴും അവിടെ ഉണ്ടാവും. പിന്നെ പബ്ലിക്ലി നമ്മൾ എവിടെന്നെങ്കിലും, ഇതിന്റെ ഒരു കാരണങ്ങൾ നമുക്ക് ഒരുപാട് പറയണ്ടില്ല, കാരണം നമ്മുടെ ലൈഫിൽ എന്താണ് വന്നത്, എന്റെ പാസ്റ്റ് ലൈഫിൽ, ലോങ് പാസ്റ്റ് ആണെങ്കിലും റീസെന്റ് പാസ്റ്റിലാണെങ്കിലും എന്റെ ലൈഫിൽ എന്താണ് എന്നെ പെയിൻഫുൾ ആയിട്ട് എന്നിലേക്ക് വരുന്ന മെമ്മറീസ് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ വളരെ നല്ലത്. കാരണം ഓരോ കാര്യം അപ്പോൾ മറന്നു പോകാനും അതിനെ ഹീൽ ചെയ്ത് പോകാനും നമ്മുടെ മൈൻഡ് ഓൾറെഡി പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് അതില്ലല്ലോ എന്ന് കരുതി ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ ഇമോഷണൽ ഇൻവാലിഡേഷൻ, നമ്മളുടെ ഇമോഷൻസ് ആരും കാര്യമാക്കണില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് ആ ഒരു ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ഓരോ നാട്ടിലെയും സിസ്റ്റം അനുസരിച്ചിട്ടോ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊന്നും അവരുടെ ഇമോഷൻസും ഫീലിംഗ്സും ആവശ്യങ്ങളും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് ഒരു റെസ്പോൺസ്, ഒരു കെയർ ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, 10-20 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. റീസെന്റ് ആയിട്ടുള്ളവരുണ്ട്, 1-2 വർഷം മുമ്പുള്ളതുണ്ട്, ഇപ്പോഴും ആ ഫീലിംഗിലൂടെ പോകുന്നവരെല്ലാം ഉണ്ട്. അതുപോലെ ബിസിനസ്സിൽ, കരിയറിൽ, പിന്നെ ജീവിതത്തിലൊക്കെ ഒരു ഫെയിലിയർ ഫീലിംഗ് വരുന്നവർ. പിന്നെ ഇതിൽ അസോസിയേറ്റീവ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പാസ്റ്റിൽ ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വന്നു. അപ്പോൾ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസുകൾ വന്നിട്ടുണ്ടായി. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആവശ്യം ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു നീഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമൊക്കെ പറയുകയാണെങ്കിൽ അതിനപ്പോൾ തന്നെ അടിച്ചമർത്തുന്ന രീതിയിൽ, അതിനവരുടെ ടപ്പയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോണ്ടല്ലോ, ഓരോ തലകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിങ്ങനെ അടിച്ച് താഴ്ത്തുന്നത്, അതേപോലെ തന്നെ ഓരോന്നും അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ ഒരു മാരിറ്റൽ ലൈഫിൽ, ഹസ്ബൻഡ് വൈഫിലെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ചെറുതൊന്ന് അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് എന്ത് ചെയ്യും, പാസ്റ്റിലുള്ളതിനായിട്ട് കണക്ട് ആകും. എന്തും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ട്രിഗർ ആയിട്ട് പാസ്റ്റിലെ എക്സ്പീരിയൻസിനായിട്ട് കണക്ട് ആകും. അതേപോലെ തന്നെ ചില ഈവൻ നമ്മളുടെ എല്ലാ സെൻസ് ഇതിലും പിന്നെ പാസ്റ്റിന് മെമ്മറീസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചിലത് സ്മെല്ലായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, ബോഡി എക്സ്പീരിയൻസ്, ഈവൻ പ്ലേസ്, പണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും പ്ലേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ, ആ ആളുകളെ കാണുമ്പോൾ സെയിം ഇവന്റ്സ് വീണ്ടും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഈവൻ സ്മെല്ലോ ഫുഡോ സിറ്റുവേഷനോ എന്തും അത് സെയിം ഇവന്റ്സ് ഓർമ്മ വരിക, അതേ ഫീലിംഗ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ അത് നടക്കുന്നത് പോലെ ആ ഒരു ഫീലിംഗ് വന്ന് വീണ്ടും നമ്മളുടെ എനർജി മൂടെല്ലാം പോകുന്ന സങ്കടത്തിലേക്ക്, അന്ന് നമ്മൾ അത് അനുഭവിച്ചപ്പോൾ എത്രത്തോളം സങ്കടം അനുഭവിച്ചു അതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, ആ ഫീലിംഗ്. അതിലൂടെ തന്നെ ആളുകളുമായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ബിഹേവിയർ, ഓരോ സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതെല്ലാം അതിന് ഡിപ്പെൻഡ് ആയിട്ട് വരും. നമ്മുടെ ഡെയിലി ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ഒരു ബ്രെയിൻ ന്യൂറോളജിയിൽ എന്താ സംഭവിക്കുന്നതിൽ, ഇപ്പൊ പാസ്റ്റിൽ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പൊ പാരന്റ്സ് ഒരു പ്രാവശ്യം ചീത്ത പറയണം, എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇനി ഒരു കാര്യം വരുമ്പോൾ എന്തെങ്കിലും അവരോട് ചോദിക്കില്ല, എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, സോ ഇനി അവരോട് ചോദിക്കണ്ട എന്നുള്ള ഒരു ഇതിൽ അത് സപ്രസ് ചെയ്യും, അവിടെയുള്ള നീഡ്സോ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്തിട്ട് പോകും. അപ്പൊ അതവിടെ ഒരു ഇൻസിഡന്റ്, ഈ ഇൻസിഡന്റ് ഒന്നിമൊന്നിമക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകും. ഒറ്റ പ്രാവശ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ന്യൂറോൺസ് ഫയർ ടുഗദർ, അതായത് പുതിയൊരു ന്യൂറൽ കണക്ഷൻ ഉണ്ടാവുന്നു. ഇനി അതല്ല ഇപ്പോൾ മാരിറ്റൽ ലൈഫിലാണെന്ന് വെച്ചാൽ പാരന്റ്സ് റിലേഷൻഷിപ്പിലൊന്നും പ്രയാസങ്ങളൊന്നുമില്ല, പക്ഷെ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നു എന്ന് കരുത്. അപ്പൊ അവിടെ വൺസ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ന്യൂറോൺസ് ഫയർ ടുഗദർ ഒരു പുതിയ ന്യൂറൽ കണക്ഷൻ അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അവിടെ വരുന്നു. പിന്നീട് നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും, ഈ എക്സ്പീരിയൻസ് തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കും, അതല്ലെങ്കിൽ പിന്നെ വേറൊരു എക്സ്പീരിയൻസും ഏകദേശം അതേ റൂട്ടിലുള്ളത് വരുമ്പോൾ അതും ഇതിനോട് അടുത്ത് തന്നെ ഇതിലേക്ക് തന്നെ അത് ചെയ്യപ്പെടും, സ്ട്രെങ്തൻ ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കും, ആ ഒരു എക്സ്പീരിയൻസ് അന്ന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്ത് കാര്യം, ചിലപ്പോൾ ആരെങ്കിലും കളിയാക്കിയതാവാം, കുറ്റം പറഞ്ഞതാവാം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊന്നും വില വെക്കാതെ രീതിയിൽ എന്നോട് പെരുമാറിയതാകാം. സോ എന്താണ്, അന്നത് കഴിഞ്ഞു അവിടെ, അതിനെ വീണ്ടും അതിന്റെ മനസ്സിലേക്ക് ആ തോട്ട് വരും. കാരണം എന്താ, അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ് ആ തോട്ടുമായിട്ട്. ഞാൻ ആ തോട്ട്സ് അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് വീണ്ടും നമ്മളിലേക്ക് വരുമ്പം ഞാൻ എന്ത് ചെയ്യും, ഓക്കെ, ആ തോട്ടിലൂടെ ഞാൻ പോകും, ആ തോട്ടിനെ ഞാൻ അനുവദിക്കും, എന്നിലൂടെ ആ ചിന്തകൾ വീണ്ടും കടന്നു പോകാൻ ഞാൻ അനുവദിക്കും. ഞാൻ ഒരു ദിവസം 3-4 പ്രാവശ്യം, അല്ലെങ്കിൽ 100 മിനിറ്റ്, എല്ലാവരും ഒന്ന് മ്യൂട്ട്, നേരത്തെ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു.
ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. സോ അപ്പൊ നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് വീണ്ടും 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 ചിന്തിക്കുന്നതിലൂടെ അത് സ്ട്രോങ് ആയി മാറുന്നു. ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു പവർ ആ തോട്ടിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ചെറിയൊരു ട്രിഗർ വന്നു കഴിഞ്ഞാലും, ചിലപ്പോൾ പ്രത്യേകിച്ച് ട്രിഗർ ഒന്നും വേണ്ടിയല്ല, ഞാനിങ്ങനെ എനിക്ക് പണിയൊന്നുമില്ല വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നല്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒന്നുമില്ല നമുക്ക് കൊണ്ടുതരാം. കാരണം എന്താണ്, ആ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ തോട്ട് ഇങ്ങോട്ടേക്ക് വരും, നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ കടന്നു പോകും, നമ്മൾ അതനുസരിച്ചിട്ട് വിഷമിച്ചിരിക്കും. ആ ഇമോഷൻ വീണ്ടും ആ തോട്ടിന് ഒന്നുകൂടി സ്ട്രെങ്ത് കൊടുക്കും, ആ തോട്ടിന് ഒരു പവർ നമ്മളിലേക്ക് കിട്ടും. ഇത് ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, 2-3 മാസം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞിട്ടും ഈ തോട്ട് ഓരോ ദിവസം വരുമ്പോഴും, അതല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴേക്കും ഇത് ചിന്തിക്കുന്നു, ഇത് പറയുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഞാൻ പണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് അവരൊക്കെ എന്നോട് ചെയ്തതെന്നറിയോ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച പോലെ ഒന്നും അല്ല വന്നിട്ടുള്ളത്, അന്ന് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ ആലോചിച്ചൊക്കെ ആർക്കാണ് അപ്പോൾ പവർ ഉണ്ടാവുക? ആ തോട്ടിന് അത്രയും പവർ നമ്മളുടെ മേലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് മാത്രമല്ല, ആ തോട്ട് വരുന്നതിനനുസരിച്ച് നെഗറ്റീവ് ഇമോഷൻസ് നമ്മളിൽ സ്ട്രോങ് ആയിട്ട് വരുന്നു, സ്ട്രെസ് കൂടുന്നു, ബ്രെയിൻ കെമിക്കൽസ്, സ്ട്രെസ്സിനുള്ള കെമിക്കൽസ് എല്ലാം കൂടുന്നു, നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഇമോഷനിലും റെസ്പോൺസിലും ബിഹേവിയറിലും എല്ലാത്തിലും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഈ മെമ്മറീസ് നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒരു ട്രിഗേഴ്സ് വന്നു, ട്രിഗർ ഇല്ലാതെയും പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണോ, ചിന്തിച്ചുകൊണ്ടിരിക്കണോ, ഇങ്ങനെ മാത്രമാണ് ഈ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലത് എന്താണ്, നമ്മൾ പണ്ടുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല, നമ്മുടെ മൈൻഡിൽ അതിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ അവിടെ വന്നിട്ടുണ്ടാകും നമ്മുടെ ഫിൽറ്റേഴ്സ്. അന്നുള്ള എക്സ്പീരിയൻസ് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും പാരന്റ്സിന്റെ അടുത്ത് നമുക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നമുക്കിപ്പോൾ നമ്മളുടെ ലൈഫിലും അതിലൂടെ അന്നത്തെ അനുഭവത്തിൽ നിന്നും വന്നിട്ടുള്ള റെസ്പോൺസ് അത് ഇതേപോലെ ഉണ്ടാവും. ഇത് ഇതുകൊണ്ടാണെന്നൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലാത്തിനും ഒരു പേടി, ആളുകളെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു പേടി, ആളുകളുടെ മുന്നിൽ പിന്നെ നമുക്ക് സംസാരിക്കാനുള്ള പേടി, ഇങ്ങനെയുള്ള പല പേടികളും കോൺഫിഡൻസ് ഇല്ലായ്മയെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മ, ഇന്ന് നമ്മളുടെ ടോപ്പിക് നമ്മളുടെ ഓർമ്മയിലുള്ള മെമ്മറീസ്, ബാഡ് മെമ്മറീസ്. അപ്പൊ ഇതില് ഇതാണ് ബ്രെയിനിൽ അവിടെ സംഭവിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന് പവർ കിട്ടുക. ഓർത്തിട്ടില്ലെങ്കിൽ അതങ്ങ് മറന്നു പോകും, ഡിലീറ്റ് ആയി പോകും, പിന്നെ അതിന്റെ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് വരില്ല, തോട്ട്സ് നമുക്ക് വരില്ല. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഒഴിവാക്കാം എന്ന് മാത്രമല്ല, പുതുതായിട്ട് ഇനിയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്ത് അനുഭവങ്ങളെയും നമുക്ക് എന്താണ് ഇതേപോലെ റിമൂവ് ചെയ്ത് പോകാൻ കഴിയും. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ആ ഓർമ്മകൾ വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻ, അത് സങ്കടമാണെങ്കിലും ദേഷ്യം, കുറ്റബോധം, നഷ്ടബോധം, ഇങ്ങനെ എന്ത് എന്ത് രീതിയിലുള്ള ഒരു ഇമോഷനാണ് നമുക്ക് വരുന്നതെങ്കിലും, സ്ട്രോങ് ഇമോഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതിന്റെ ഒരു റെസ്പോൺസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസ്? ഹെഡിൽ, തലയിൽ ഭയങ്കര ഹെവിനെസ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യട്ടോ. അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് കാളിങ്ങ് വരുന്ന പോലെ, അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് കാളി വരുന്നത് പോലെ, ചെസ്റ്റിന് ഒരു വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് ചെസ്റ്റിൽ, നമ്മൾ വളരെ ഈസി ആയിട്ട് നോർമലായിട്ട് ഇങ്ങനെ പോവായിരിക്കും. പെട്ടെന്ന് ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ, ആ ഒരു മെമ്മറീസ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തോ വലിയൊരു പാറക്കല്ല് നമ്മുടെ ചെസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ച പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഷോൾഡേഴ്സിൽ ടൈറ്റ്നസ് ഉണ്ടാകുന്നു, പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, പിന്നെ ബ്രീത്തിങ്ങിൽ ചേഞ്ചസ് വരുന്നു, കൈകൾ വിയർക്കുക, പലർക്കും പല രീതിയിലുള്ള, അല്ലെങ്കിൽ വായ ഡ്രൈ ആയിട്ട് പോകണു, ക്ഷീണം തോന്നുന്നു, പിന്നെ ബോഡിയിൽ മൊത്തമുള്ള ഫീലിംഗ്, കാലിൽ നിന്ന് ഒരു തരിപ്പ് കയറുന്നത് പോലെ, അങ്ങനെ പല രീതി, എന്തെങ്കിലും ഒരു റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും ഓരോരുത്തർക്കും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പറയുന്നത് കേട്ടിട്ടുള്ളത്, ഞാൻ തലയിലുള്ള ആ ഒരു ഹെവിനെസ്, തലയുടെ ബാക്കിൽ നിന്ന്, സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഷോൾഡർ ഒരുപാട് കാലം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് കാലം ഒരു ക്രോണിക് ലെവലിൽ നമ്മൾ ഇതേപോലെയുള്ള ബാഡ് മെമ്മറീസും ഇമോഷൻസ് ഒക്കെ കൊണ്ട് നടക്കും. അത് പിന്നീട് ഈ ടൈറ്റ്നസ് എല്ലാം പെയിൻ ആയിട്ട് മാറും, അത് പിന്നെ മാറാത്ത വേദനകളും, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താലും മാറാത്ത വേദനകളിലേക്കെല്ലാം പിന്നെ അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് പോകും. ബോഡിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ പല രീതിയിലും ഇത് നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാവും. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു വിഷമം വരുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ഫസ്റ്റ് ഒന്നുള്ളത് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ഇത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ റെസ്പോൺസിനൊന്ന് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിന്, ആ ഒരു പ്രയാസത്തെ, തലയുടെ ആ ഒരു വെയിറ്റ് കൂടുന്നതാണെങ്കിലും ചെസ്റ്റിലുള്ള ഹെവിനെസ് ഒക്കെ ആണെങ്കിലും, അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അതിലൂടെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാകും. രണ്ടാമത്തത്, നമുക്ക് കുറെ വഴികളുണ്ട്. അതിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, അവിടെ തന്നെ ആ ഒരു ഫസ്റ്റിൽ തന്നെ, അതായത് ഈ ഒരു തോട്ട്, ആ ഓർമ്മകൾ, ആ തോട്ട് വരുന്നു, നമ്മൾ അതിനെ അനുവദിക്കണം, ആ തോട്ടിന് അതിന്റെ പവർ കിട്ടുന്നു, അത് ലോങ് ടേം നമ്മൾ ആ തോട്ടിനെ ഇങ്ങനെ കൊടുക്കുന്നതിന് അനുസരിച്ച് അതിന്റെ പവർ കൂടുന്നു എന്നും, അത് നമ്മളെ തളർത്തി പോകുന്നു, നമ്മൾ തളരുന്നു, തോട്ടിന്റെ പവർ കൂടുന്നു. അപ്പൊ ഇതിന് നേരെ തിരിച്ച് നമ്മൾക്ക് ഈ ഒരു തോട്ടിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെങ്കിലും, എത്ര പവർഫുൾ ആയിട്ടുള്ള തോട്ട് ഉണ്ടെങ്കിലും, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിടിച്ച് കെട്ടാനുള്ള പവർ ആർക്കുണ്ട്? നമുക്കുണ്ട്. അതിന് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം, എന്നാലാണ് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. പക്ഷെ എന്നാലും നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പൊ അതിന്
ഓരോ പ്രാവശ്യം ആ തോട്ട് വരുമ്പോഴും അതിനെ നമ്മൾ ഒഴിവാക്കി 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 അതിന്റെ ഒരു സ്ട്രെങ്ത്, അതിന്റെ ഒരു പവർ കുറച്ച് കൊണ്ടുവരുന്നതിലൂടെ പിന്നെ 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 എന്ത് ചെയ്യില്ല, ആ തോട്ട് വരില്ല, അതിലൂടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസും വരില്ല. ആ എനർജി നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതുവരെ ഉള്ളതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്യുമോ ചാറ്റിൽ? യെസ് ഓർ നോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്കത് പാസ്റ്റിലുള്ള നമ്മൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കാലം മുമ്പ് നടന്നതൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിന് വരുന്നതിന്റെ തൊട്ട് മുമ്പ് എന്താണോ സംഭവിച്ചത് അതൊക്കെ പാസ്റ്റാണ്. ഈ ഒരു 30 മിനിറ്റ് ഞാൻ എന്താണോ പറഞ്ഞത് അതൊക്കെ പാസ്റ്റാണ്. ഈ ഒരു പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. ഇതിന്റെ തൊട്ട് മുമ്പുള്ളതെല്ലാം പാസ്റ്റ്. സോ പാസ്റ്റിലുള്ള എന്തൊരു മെമ്മറീസ് ആണെങ്കിലും നമ്മുടെ പാസ്റ്റ് നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് അതിനെ റിയൽ ഇൻസിഡന്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. പക്ഷെ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും? ആ ഇൻസിഡന്റിനെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന ഒരു ഫ്രെയിം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏത് ഫ്രെയിമിലൂടെയാണോ ഞാൻ ആ ഇൻസിഡന്റിനെ കാണുന്നത് അതിലൂടെ മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് പെയിൻ കൊണ്ടുവരുന്നത്. സോ ആ ഫ്രെയിം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ഇൻസിഡന്റിനും അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് പോയി നമ്മളെ ടൈം മെഷീൻ ഓൺ ആക്കി ബാക്കിലേക്ക് പോയിട്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ സംഭവിച്ചു. എത്ര പെയിൻഫുൾ ആണെങ്കിലും ആരുടെ ഭാഗത്ത് നിന്ന് നമ്മളിലേക്ക് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും നമ്മളുടെ തന്നെ എടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളാണെങ്കിലും അത് സംഭവിച്ചു, അക്സെപ്റ്റ് ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സുറൽ ഹദീദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്തൊക്കെ ഒരു ഡിസാസ്റ്റർ, എന്തൊക്കെ ഒരു ആപത്തുകളും വിഷമങ്ങളും പ്രയാസങ്ങളോ എന്ത് ഇൻസിഡന്റ് ആവട്ടെ നമ്മളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു അതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടല്ല, അല്ലാതെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അള്ളാഹു അറിയുന്നുണ്ട് നമ്മളുടെ ലൈഫിൽ. അത് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നന്മ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെയുള്ള ആളുകളാവാം അത്രയും വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഈവൻ അത് അള്ളാഹു അറിയുന്നുണ്ട്. അപ്പൊ അവരത് ചെയ്തത് ചിലർക്ക് പരീക്ഷണമാക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ ഖുർആനിൽ. അവരങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് പ്രയാസമായി. സോ അവിടെ എന്നെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ പരീക്ഷിക്കാനോ അള്ളാഹുവിന് അതിന്റെ പിന്നിൽ ഒരുപാട് പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവും. എനിവേ അത് അവിടെ സംഭവിച്ചു. അക്സെപ്റ്റ് വാട്ട് ഹാപ്പൻഡ്. എന്തൊക്കെയാണോ സംഭവിച്ചത് അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. ഈ അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരുപാട് സമാധാനം. വീണ്ടും വീണ്ടും ലവ് എന്നുള്ളതൊന്നും വിശ്വാസിയുടെ ജീവിതത്തിലില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്നൊക്കെ കരുതി ഒരുപാട് ചിന്തിച്ചിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. രണ്ടാമത്തത് ഫോർഗീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്ക് പുറത്തു കൊടുക്കുക, മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കുക. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെന്താണോ നമ്മളോട് ചെയ്തത് അല്ലെങ്കിൽ അവർ ചെയ്തതെന്ന് നമുക്ക് എന്താണോ പ്രയാസമായിട്ട് വന്നിട്ടുള്ളത് അത് അവർക്ക് പുറത്തു കൊടുക്കുക. മനസ്സിൽ സ്വന്തം നിങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും. അന്ന് എനിക്ക് ഇതിനോടൊന്നും പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെ അന്ന് എങ്ങനെയാണ് അതിനൊക്കെ മാനേജ് ചെയ്യുക, അത്രയും അവർ ആ രീതിയിലൊക്കെ എന്നോട് പെരുമാറുമ്പോൾ അതിനോട് എങ്ങനെയാണ് തിരിച്ച് എനിക്ക് പെരുമാറേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ ദേഷ്യമോ വെറുപ്പോ ഒക്കെ തോന്നുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അപ്പോൾ എന്നോട് എന്ത് ചെയ്യാം, പുറത്തു കൊടുക്കാം, മറ്റുള്ളവരോട് പുറത്തു കൊടുക്കാം. പിന്നെ ഇവിടെ ചെയ്യേണ്ടത് ഇമോഷണൽ ട്രിഗേഴ്സ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. എപ്പോഴും ഈ ചിന്തകൾ ഒരു പക്ഷേ മനസ്സിലുണ്ടാവണമെന്നില്ല. ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ പഴയ മെമ്മറീസ് എന്താണ് ആ ഇൻസിഡന്റ് മനസ്സിലേക്ക് വരുന്നു. മാത്രമല്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും കപ്പിൾസ് കൗൺസിലിങ്ങിനെല്ലാം വരുമ്പോൾ വളരെ ഈവൻ എനിക്ക് തോന്നുന്ന എല്ലാ കപ്പിൾസിലും കേൾക്കുന്ന ഒന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവള് പറയാൻ തുടങ്ങും. ലാസ്റ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞത് മുതലുള്ള ഓരോ ഇൻസിഡന്റും റിപ്പീറ്റ് ചെയ്തിട്ട് പറയാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു, അപ്പൊ ഇങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനെയായി, ആ സമയത്ത് നിങ്ങൾ അത് ചെയ്തില്ല, ഈ സമയത്ത് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോറി കംപ്ലീറ്റ് വീണ്ടും പറയാൻ തുടങ്ങും. ഇതൊന്നും രണ്ടും മൂന്നും നാലും തവണയല്ല, ഇവരുടെ ജീവിതത്തിൽ എന്നും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്കോ ആഗ്രഹമില്ല, ഈ പഴയ സ്റ്റോറീസ് ഒക്കെ അവൾ ഓൾറെഡി അവളുടെ ലൈഫിൽ പെയിൻഫുൾ ആണ്, അവൾക്കും ഇനി അതിലൊന്നും വേണ്ട. പക്ഷെ അത് അവനക്കും വേണ്ട. അവന്റെ അടുത്ത് വന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചിലത് ഇവൾ മനസ്സിലാക്കിയതിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതിനുള്ള ചെറിയ ചെറിയ ട്രിഗറുകൾ. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മാലപ്പടക്കത്തിന് ഒന്നിന് തീ കൊടുക്കുന്ന പോലെയാണ്. ഒന്നങ്ങ് എന്തെങ്കിലും ഒന്ന് കത്തി ഒന്നിന് ഇച്ചിരി തീ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടപടപടച്ചിട്ട് ഫുള്ള് അപ്പൊ ഇവിടെ അങ്ങ് ബാക്കോട്ട് പോയി ലാസ്റ്റ് ഒരു ഇൻസിഡന്റ് പോലും വിടൂല. ഇതെല്ലാം മൊത്തം പറയുമ്പോഴേക്കും പിന്നെ ആ റിലേഷൻഷിപ്പ് എങ്ങനെ നന്നാവുക, എന്നാ നന്നാവുക, പിന്നെ ഈ വ്യക്തിക്ക് തന്നെ എന്നാണ് ഇതൊക്കെ ഒന്ന് മറന്നിട്ട് മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇവിടെ ട്രിഗർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ട്രിഗർ അപ്പോൾ ചോദിക്കും അവർക്ക് അത് വിഷമം ഉണ്ടായതുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇവർ പോകുന്നത് മനസ്സിലാവും. ഒന്ന് ഇത് റിപ്പീറ്റ് ചെയ്ത് ബാക്കിലേക്ക് പോകുമ്പോൾ കേൾക്കുന്നില്ല, എല്ലാവർക്കും വോയിസ് പോയി. പ്രശ്നം ഉണ്ടാവും. ഉണ്ടല്ലോ. Okay. അപ്പൊ ഇത് ബാക്കിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം അവരുടെ ആരായാലും നമ്മളിപ്പോൾ ലേഡീസ് കൂടുതൽ എപ്പോഴും ഇത് റിവൈൻഡ് ചെയ്യുന്ന സ്റ്റോറീസ് റിവൈൻഡ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി എക്സ്പെർട്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ലേഡീസ് മാത്രമല്ല ആണുങ്ങൾക്കും ഇതേപോലെ, പക്ഷെ പൊതുവേ കുറവാണ്. അവര് പഴയത് ഉള്ളത് തന്നെ അവർക്ക് സ്ട്രെസ് ആവാനാവില്ല, പിന്നെ പഴയത് കൂടി ഒരുപാട് ആലോചിച്ചിട്ട് സ്ട്രെസ് ആവാൻ പൊതുവേ കുറവാണ്, എന്നാലും ഉണ്ട്. പിന്നെ അപ്പോൾ എന്താണ് നമ്മൾ ഈ ബാക്കിലേക്ക് പോകാനുള്ള ട്രിഗർ എന്താണ്, ഈ ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റോറി ബാക്കിലേക്ക് ഇത് കംപ്ലീറ്റ് സ്റ്റോറി എന്റെ മൈൻഡിൽ ചിലർ പറയും, ചിലർ എന്തെങ്കിലും നമ്മൾ പറയൂല, നമ്മുടെ മൈൻഡിൽ തന്നെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. ഈ ഒരു ഫുൾ മൂവി വീണ്ടും 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 പ്ലേ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ. അപ്പോൾ ഈ ട്രിഗർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ അത് അവിടെ ബ്രേക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് ഒഴിവാക്കുക തോട്ട്? അപ്പോൾ ഇവിടെ ഈ തോട്ടിനെ ഒഴിവാക്കാൻ ഒന്ന് പഴയ ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ഫ്രെയിം ചേഞ്ച് ചെയ്യണം, അതിനെ റീഫ്രെയിം ചെയ്യണം നമ്മൾ.
നമ്മൾ എങ്ങനെയാണ് അതിനെ ഇപ്പോൾ കാണുന്നത്, അതിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് തോട്ട്സ് എടുത്തിട്ട് നമ്മൾ അതിനൊന്ന് റീഫ്രെയിം ചെയ്യണം. ഇനി നിങ്ങൾക്ക് റിഫ്രെയിം ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളുടെ തോട്ട് റെക്കോർഡ് ഉണ്ട്, നമ്മുടെ യൂട്യൂബിലുള്ള നമ്മുടെ ക്ലാസ്സിൽ തോട്ട് റെക്കോർഡ് ഉണ്ട്. ആ എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വേറെ എക്സസൈസ് ആണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യുക. തോട്ട് റെക്കോർഡ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ഇൻസിഡന്റിനെ കുറിച്ച് കുറച്ച് പോസിറ്റീവ് തോട്ട്സ്, ഇപ്പോൾ ഓൾറെഡി അതിനെ കുറിച്ചിട്ടുള്ള, എന്നാലും എന്നോട് അങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലൊന്നും ഒന്നും ഒരു ഹാപ്പി ആവാൻ പറ്റിയിട്ടില്ല, ഒരുപാട് സൗകര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, സുഖങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ മൈൻഡ്. അതിനെന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് നമ്മൾ റീഫ്രെയിം ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് റിഫൈൻ ചെയ്യുക? ഓക്കെ, അന്ന് അങ്ങനെയൊക്കെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഓവർകം ചെയ്ത് ഞാൻ ഇവിടെ എത്തി. അതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറേ ലേണിംഗ്സ് ഉണ്ടാകും. ഞാൻ തന്നെ എൻ്റെ ബിഹേവിയറിൽ ഒക്കെ ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്ന് കരുതി അവിടെ ഞാൻ കുറച്ചും കൂടി അസർട്ടീവ് ആവേണ്ടിയിരുന്നു. അപ്പോൾ അതിന്ന് കിട്ടിയ ലേണിംഗ്സ് ഇന്നും ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാനും എനിക്ക് ഉപയോഗപ്പെടുത്ത ഇങ്ങനെ പല ലേണിംഗ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ ആളുകൾ അവരങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ അവർക്ക് അതിന്റെ പിന്നിലുള്ള ചില പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് പാരന്റ്സിന്റെ അടുത്ത് നിന്നൊക്കെയുള്ള പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ പിന്നിലുള്ള കുറെ പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാകും. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല മിസ്റ്റേക്കുകളെ കുറിച്ചാണ് എനിക്കിപ്പോൾ പ്രയാസം. അന്ന് എനിക്ക് അത്രേ അതിനെക്കുറിച്ച് അറിവുള്ളായിരുന്നു, അതുകൊണ്ട് വന്നു, ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അതിൽ നിന്നും എനിക്ക് കിട്ടിയ ലേണിംഗ്സ് ഞാൻ ഇന്ന് ഉപയോഗിച്ച് എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ലേണിംഗ്സിനെ മാറ്റി വെക്കുക. അപ്പൊ അതിനൊന്ന് ആ തോട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ. ആ നെഗറ്റീവ് തോട്ട്സിനെ റീഫ്രെയിം ചെയ്തിട്ട് പിന്നെ പോസിറ്റീവ് തോട്ട്സ് ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ തോട്ട്സ് വരുമ്പം അതിന് നമുക്ക് മനസ്സിലാവും, ഓക്കെ, അതെനിക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്കത് ഉപകാരപ്പെടുന്നുണ്ടോ, ഈ പണ്ടത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്ത് 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 സങ്കടപ്പെടുന്നത് ഇല്ല, അതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി അത് അവിടെ എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചേഞ്ച് ചെയ്യാൻ ആകെ പറ്റുന്നത് ഇന്ന് എൻ്റെ മനസ്സിലുള്ള ഈ ഒരു തോട്ട്സിന് മാത്രമാണ്. അപ്പൊ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഒരു തോട്ടിനെ, ഒരു ചിന്തയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പകരം വേറെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഇതിന് രണ്ടുപേര് ഒരു ചെയറിന് വേണ്ടിയിട്ട് രണ്ടുപേര് ഇന്ന് മടി കൂടിയാണ്, നമ്മൾ എപ്പോഴും ഒരാൾ മൈൻഡ് ആക്കുന്നില്ല, മറ്റാൾക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് ആക്കാത്ത ആൾ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ അതിന് വേണ്ടിയിട്ട് അടി കൂടാൻ വരില്ല, മെല്ലെ അവന് വേറെ വഴി നോക്കിയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ തോട്ട് വരുമ്പോൾ അതിന് മൈൻഡ് ആക്കാതെ പകരം പോസിറ്റീവ് തോട്ട് ഇങ്ങനെ ഇന്റൻഷനലി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ആ തോട്ടിന് അതിന്റെ പവർ നഷ്ടപ്പെടും. അപ്പൊ എന്താവും, അത് പോകും. പിന്നെ നമുക്ക് ചെയ്യാൻ വെച്ചാൽ നമ്മൾ എൻഗേജ് ആക്കുക, പുതിയ സ്കില്ലുകൾ പഠിക്കുക. ഓരോ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ ഗാർഡൻ ഇഷ്ടമുള്ള എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ പുതിയത് പഠിക്കാനും ഇതിനെല്ലാം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സമയം, ഒരു ദിവസം ഈവൻ 1 മണിക്കൂറോ 2 മണിക്കൂറാണ് നമ്മൾ പുതിയ സ്കില്ലിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ആക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ആ ഒരു സമയം ഈ ഒരു തോട്ടിന് അവിടെ സ്പേസ് കിട്ടൂല. അപ്പൊ നമ്മളെ എൻഗേജ് ആക്കുക, നല്ല വേറെ ഹാബിറ്റ്സിലൂടെ നമ്മൾ എൻഗേജ്, പുതിയത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുറച്ച് കുറച്ച് നന്നായിട്ട് എനർജി മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും, പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാകും, കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യുന്നുണ്ടാവില്ല, മടി ഉണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുണ്ടാവും. പക്ഷെ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പുറത്ത് കുറേശ്ശെ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയും മൈൻഡും റിലാക്സ് ആവും. ഈ തോട്ട്സ് വന്ന് സ്ട്രെസ് റെഡ്യൂസ് ആകും, ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇൻവോളണ്ടറി കൺട്രോൾ നമുക്ക് പ്രാക്ടീസ് ആകും. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എക്സസൈസുകൾ ചെയ്യാം. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യാന്ന് പറയുമ്പോൾ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള എക്സസൈസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രസന്റ്, അതായത് ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈവൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം പുറത്ത് നടക്കാൻ പോയി നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട് അവിടെ നടക്കുന്നു. പക്ഷേ എൻ്റെ തോട്ട് എവിടെയാ, 4-5 വർഷം മുമ്പ് കഴിഞ്ഞു പോയ എന്തോ ഒരു സംഭവത്തിന്റെ പറയുക, അല്ലെങ്കിൽ 2-3 ആഴ്ച മുമ്പ് കഴിഞ്ഞു പോയ എന്തോ ഒരു സംഭവമാണ് എൻ്റെ മെന്റൽ മൂവിയിൽ അവിടെ ഓടിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയോ ക്ലൈമറ്റോ ഒന്നും ഞാൻ കാണൂല. ഞാൻ ആ ഒരു ഇമേജ് എൻ്റെ മൈൻഡിലൂടെ പോകും, അതിൻ്റെ ഒരു വിഷമമുള്ള ഇമോഷൻ എൻ്റെ ഉള്ളിലൂടെ പോകും, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ നടന്നു പോകും. അതിന് പകരം മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നടക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ കുക്കിംഗ് ആണ്, ക്ലീനിങ് ആണോ, വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് എന്താണോ ചെയ്യുന്നത് അത് നമ്മളുടെ മൈൻഡിൽ ഇട്ടുകൊണ്ട്, അതായത് ഈ തോട്ട്സ് വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഒഴിവാക്കിയിട്ട് പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് വീണ്ടും വീണ്ടും മൈൻഡിന്റെ ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ചെറിയ ചെറിയ ഡെയിലി ഗോൾസ്, നല്ല പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗോൾസ്, ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന 1-2 കുഞ്ഞു കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തീരുമാനിക്കുക, അത് ചെയ്യാം. പിന്നെ ടോക്ക് ടു എ സപ്പോർട്ടീവ് പേഴ്സൺ, അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, നമ്മളുടെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യും. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർ ആരോടും പറയില്ല, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ചിരിച്ച് കളിച്ച് വളരെ ഹാപ്പി പേഴ്സൺ ആയിട്ട് പുറത്തേക്ക് ആരും അറിയണ്ടല്ലോ എൻ്റെ വിഷമങ്ങൾ എന്നുള്ള രീതിയിൽ ചിലർ പോകും. ചിലർ എന്ത് ചെയ്യും, ആര് കാണുമ്പോഴും ആരെങ്കിലും ഇത് റിഫ്ലക്ട് ചെയ്യും, അവരുടെ സംസാരത്തിൽ ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ എല്ലാവരോടും നമ്മൾ പറയുന്നതിന് പകരം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്ന ആരെങ്കിലും 1-2 ആളുകളുണ്ടെങ്കിൽ അവരോട് മാത്രം സംസാരിക്കും. പൊതുവെ നമ്മൾ പറയും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരു ആശ്വാസമാണ്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിയുമ്പോൾ ആ നിമിഷം നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അത് നമ്മൾ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം ഇവന്റ്, സെയിം ഇമോഷൻ, സെയിം പെയിൻ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് ഹെൽത്തി അല്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാതിരിക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സെൽഫ് ടോക്ക്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന അതായത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അത് എനിക്ക് എഗെയിൻസ്റ്റ് ആണോ നോക്കണം.
മുമ്പ് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. അത് എനിക്ക് അഗേൻസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നത്. എന്നാലും അങ്ങനെ സംഭവിച്ചു, അത്ര പെയിൻഫുൾ ആയി, ഇങ്ങനെ ആയി, അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഉണ്ടായി. എനിക്ക് ലൈഫ് എന്താണ് പൊതുവേ കേൾക്കുന്ന ഒരു വേർഡുണ്ട്, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിതം എനിക്ക് ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത്രക്കും പ്രയാസപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് അന്ന് ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ സെൽഫ് ടോക്ക്. രണ്ടാമത്തത് നമ്മൾ മറ്റുള്ളവരോടുള്ള കോൺവെർസേഷൻ. നേരത്തെ പറഞ്ഞ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ ഇന്നും ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങൾ നിങ്ങളോട് എന്താ പറയുന്നത്, ആളുകളോട് നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തോട്ട്സും സെൽഫ് ടോക്ക് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന ആ ഒരു ടോക്ക്, ഇതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യാതെ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മളുടെ മനസ്സിലുള്ള ഒരു തോട്ട്സും ഇതെല്ലാം മാറ്റാതെ നമുക്ക് നമ്മുടെ ലൈഫിന് മാറ്റാൻ കഴിയില്ല. കാരണം അതനുസരിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ റെസ്പോൺസുകളും, നമ്മളുടെ ആളുകളോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഒരു ദിവസം നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ മൈൻഡിലുള്ള ഒരു തോട്ട്സിനനുസരിച്ചാണ്. പിന്നെ നമ്മൾ ജേർണലിംഗ്, ഈവൻ നമുക്ക് അത്രയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജേർണൽ എഴുതിക്കണം. ജേർണൽ എഴുതുമ്പോഴും അതിന്റെ എങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് റിഫറൻസ് ചെയ്യാം, അതിന് എന്ത് ലേണിംഗ്സ് ആണ് നമുക്ക് കിട്ടുക, ഇപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എഫക്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ എനിക്ക് ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത്, കുറച്ച് പോസിറ്റീവ് തോട്ട്സ് ജേർണൽ എഴുതുക. ഇങ്ങനെയുള്ള ഡെയിലി ഹാബിറ്റ്സ്, ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണ് വരുന്നത്, ആ തോട്ടിന്റെ പവർ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. ആ മെമ്മറീസ്, അത് നമ്മൾ അതിന്റെ പവർ ഇല്ലാതാക്കുക നമ്മുടെ മൈൻഡിൽ നിന്ന് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മളിങ്ങനെയൊക്കെ എങ്ങനെ വിചാരിച്ചിട്ടും കരുതിയിട്ടും നമുക്ക് ആ ഒരു തോട്ടിനെ ഒഴിവാക്കാൻ പറ്റും, നമ്മളിങ്ങനെ പറിച്ചു മാറ്റിയിട്ടും അത് അത്രയും സ്ട്രോങ് ആയിട്ട് വീണ്ടും ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്തിട്ട് തിരിച്ചു വരികയാണെന്നുള്ളൊരു തോട്ട് ചിലപ്പം വരാം. ഇതേപോലെ നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റും. പക്ഷെ എന്നിട്ടും മാറ്റാൻ കഴിയാത്തുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യാൻ, നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു ഇമോഷൻ എവിടെയാണ് ബോഡിയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തത് നമ്മൾ ആ ഒരു റീപ്രോഗ്രാമിംഗ് ബൈ ചേഞ്ചിങ് ദ വിഷ്വൽ. അതായത് നമ്മളുടെ ബ്രെയിനിലുള്ള വിഷ്വൽസ്, അന്ന് നടന്നത് എന്താണോ ആ സെയിം വിഷ്വൽസ്, അതേ ഓഡിറ്ററി, അതേ ആ വാക്കുകളും പറഞ്ഞ വാക്കുകളായിരിക്കും, അങ്ങനെയല്ലേ. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് അത് അതേപോലെ നമ്മുടെ മൈൻഡിൽ ഫുൾ കളർഫുൾ ആയിട്ട് ഒരു മൂവി ആയിട്ട് അത് അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വിച്ച് ഇടുന്നത് പോലെ, ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫാൻ ഓൺ ആവുന്നത് പോലെ, ആ ഫുൾ സ്റ്റോറി അവിടെ ഓൺ ആവുന്ന പോലെ അത്രയും ലൈവ് ആയിരിക്കും നമ്മുടെ മൈൻഡിൽ. അപ്പൊ ആ ഒരു ലൈവ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അതിനെ ബ്ലറാക്കി മാറ്റും, അതിന് ക്ലാരിറ്റി ഇല്ലാതാക്കും. അവിടെ ഒരു ക്ലിയർ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പെട്ടെന്ന് ഇതെന്താവില്ല, എന്ത് ട്രിഗർ വന്നാലും അതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്മൾ അതിനൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയില്ല. അതിനുള്ള ഒരു എക്സസൈസ് ഞാനിപ്പോൾ ചെയ്യിപ്പിക്കാം.